ഹേ ഗൈസ്, ഞാനും അമ്മയും എടുത്തപ്പള്ളി പെരുന്നാളിന് ചാച്ച കാണിച്ചിട്ട് ഓക്കെ പള്ളി ചെന്ന് കാണാം. അതെ ഗീസ്, ഞാനും അമ്മയും എടുത്തപ്പള്ളി പെരുന്നാളിന് പോകുമായിരുന്നു. വണ്ടി കാണുന്ന കുരിശേരിയിൽ അവിടെ വണ്ടിയും പാർക്ക് ചെയ്ത് പെരുന്നാളായിട്ട് കുറെ കച്ചവടക്കാരവിടെ ഉണ്ടായിരുന്നു. കുറെ അങ്കിൾമാരാണെങ്കിൽ രൂപങ്ങളും മെഴുകുതിരിയും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു അങ്കിളിൻ്റെ നിന്നാണ് 2 മെഴുകുതിരിയും കുറച്ച് രൂപങ്ങളും കാര്യങ്ങളെല്ലാം മേടിച്ചായിരുന്നു. എൻ്റെ അമ്മയുടെ വീട് എടത്തുവയിലാണ്. എൻ്റെ അമ്മ പണ്ട് കൂടിക്കൊണ്ടിരുന്നതും ഈ പള്ളിയിലാണ്. അമ്മ കെട്ടിച്ചേക്കുന്നത് ഇപ്പോൾ തിരുവല്ലയിലാണ്. കൊച്ചിയിൽ തൊട്ട് ഞങ്ങൾ മുടങ്ങാതെ പോകുന്ന ഒരു പള്ളി പെരുന്നാളാണ് ഇത്. അതായത് പെരുന്നാളാകുമ്പോഴത്തേക്ക് ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ വരും. അവിടെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പള്ളി പെരുന്നാൾ പോയിക്കൊണ്ടിരുന്നത്. കൊച്ചിലെ മുതലുള്ള കുറേ ഓർമ്മകൾ ഇന്നും മനസ്സിലുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീട്ടിലില്ലായിരുന്നു. ഇന്നാണ് സ്ഥലത്ത് വന്നത്. അന്നേരം അമ്മയ്ക്ക് പള്ളി പെരുന്നാളിൽ പോകണമെന്നും പറയും. ഈ ഉടനെയാണ് പെരുന്നാൾ തീരും. പിന്നെ അന്ന് രാത്രി തന്നെ ഞാൻ അമ്മയും കൊണ്ട് പള്ളി പെരുന്നാളിൽ പോയി. അമ്മയും കൊണ്ട് ഞാൻ മിക്കയിടത്ത് എവിടെ പോകണോ അവിടെയെല്ലാം ഞാൻ കൊണ്ട് നടക്കാറുമുണ്ട്, കൊണ്ടുപോകാറുമുണ്ട്. പള്ളിയുടെ മുന്നിൽ വന്നുള്ള വ്യൂ ഇതാണ്. പലതരം ലൈറ്റുകളും കാര്യങ്ങളും ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാനും അമ്മയും അവിടെ നിന്ന് ലൈറ്റും കാര്യങ്ങളെല്ലാം കണ്ട് 2-3 വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ പുണ്യാളെ കണ്ട് പ്രാർത്ഥിക്കാനും നേർച്ചയിടാനും കയറി. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ക്യൂ ആയിരുന്നു. കുറേ നേരം നിന്ന് പുണ്യാളച്ചനെയും കണ്ട് അവിടുത്തെ നേർച്ചയും മേടിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് അവിടെ നിന്ന് കിട്ടിയത്. ഇത് ഞാനും അമ്മയും കഴിച്ചിട്ടാണെങ്കിൽ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ മേടിച്ച് തിരി കത്തിക്കാനായിട്ട് പോയി. തിരിയെല്ലാം കത്തിച്ച് കഴിഞ്ഞ് പള്ളിയുടെ ഫ്രണ്ടിൽ വന്ന് പുണ്യാളച്ചനോട് പിന്നെയും കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പള്ളിക്ക് 3 വട്ടം വലം വെച്ചിരുന്നു. ഞങ്ങൾ പണ്ട് തൊട്ട് വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. അവിടെയാണ് പല രീതിയിലാണ് ഓരോരുത്തരുടെ നേർച്ചകൾ ചെയ്യുന്നത്. കൂടുതലും കാണുന്ന നേർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടിക തല ചുവന്നുകൊണ്ട് നടക്കുന്നതും മുട്ടയിൽ എഴയുന്നതും മുത്തുക്കുട പിടിച്ച് പള്ളിക്ക് ചുറ്റും വലം വെക്കുന്നതും. പണ്ട് മുതലേ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസം. എല്ലാം അവരുടെ പ്രാർത്ഥനയും ആഗ്രഹവും പോലെ നടക്കട്ടെ. കേരളത്തിലെ പള്ളിപ്പെരുന്നാൾ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ കൂടുന്ന ഒരു പെരുന്നാൾ കൂടിയാണ് എടത്വപ്പള്ളി പെരുന്നാൾ. പല സ്ഥലങ്ങളിൽ നിന്നും പല വിശ്വാസികൾ വന്ന് പോവാറുണ്ട്. ഞാനും അമ്മയും പള്ളിക്ക് ചുറ്റും വല വെക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേസ് എനിക്കൊന്നേ പറയാനുള്ളൂ. കാരണം പള്ളിപ്പെരുന്നാളോ പള്ളിയോ മാത്രമല്ല, ഞാൻ ഇതിനകത്തൂടെ സാധിച്ചു കൊടുക്കുന്ന എൻ്റെ അമ്മയുടെ ആഗ്രഹവും ഇഷ്ടങ്ങളും കൂടിയാണ്. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോഴും അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുക. വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നോ നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണമെന്നോ ഞാൻ പറയില്ല. നമ്മളാൽ കഴിയുന്ന ചെറിയ കൊച്ചു ആഗ്രഹങ്ങളും സന്തോഷങ്ങളും നമ്മൾക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. കേസ് നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ ഇതൊന്നും നടക്കണമെന്നില്ല. ഓരോ ദിവസം കൂടുന്തോറും പ്രായം കൂടി വരികയാണ്. ഇന്നുള്ള പോലെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അന്ന് കാണണമെന്നില്ല. ഇന്ന് നടക്കാൻ പറ്റുന്ന പോലെ അന്ന് നടക്കാൻ പറ്റണമെന്നുമില്ല. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ചെറിയ അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുകയും അവരെ ഇതുപോലെ കൊണ്ടുപോയി ഹാപ്പി ആക്കുകയും ചെയ്യുക. സോ ഗൈസ്, നമ്മൾ പള്ളിക്ക് വലം വെച്ച് കഴിഞ്ഞ് പോയതാണെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ്. അവിടെ കുറേ കടകളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ പോയത് കുഞ്ഞുമണിക്ക് കുറച്ച് പാട്ടങ്ങൾ മേടിക്കാനാണ്. എവിടെ പോയാലും നമ്മൾ കുഞ്ഞുമണിയെ മറക്കാറില്ലല്ലോ. കുഞ്ഞുമണിക്ക് കളിപ്പാട്ടവും കുഞ്ഞുമണിയുടെ അമ്മയ്ക്ക് 2-3 കമ്മലും വാങ്ങിയായിരുന്നു. സാധനങ്ങളെല്ലാം മേടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മയ്ക്ക് ഐസ്ക്രീമും മേടിച്ചു കൊടുത്തു. അതും കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക്. ഗ്ലാസ് ആയിക്കോട്ടെ, പാത്രങ്ങളായിക്കോട്ടെ, കമ്മലായിക്കോട്ടെ, മാല ആയിക്കോട്ടെ, ഹലുവ ആയിക്കോട്ടെ, എന്ത് സാധനവും നമുക്ക് അവിടെ ലഭിക്കുന്നതാണ്. അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഒരു ബ്ലൂബെറി ഷേക്കും മേടിച്ച് കഴിച്ചു. അതും പോരാനായിട്ട് നല്ല മഴ പെയ്ത കേസ്. ഞങ്ങൾ അവിടെ നിന്നിട്ട് തിരുവല്ല വരെ മഴ നനഞ്ഞാണ് വീട്ടിൽ വന്നത്.